വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇൻഫിനിറ്റി ലേണിംഗ് സൊല്യൂഷൻ. അപ്പോൾ നമുക്കിന്ന് നോക്കാൻ പോകുന്നത് SSLCയിലെ പട്കഥയുടെ ഫോർമാറ്റാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ പട്കഥ തന്നിട്ടുണ്ട്. അപ്പോൾ പട്കഥ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു രൂപരേഖ ഞാനിവിടെ തന്നിട്ടുണ്ട്. ആദ്യം ദൃശ്യം എന്ന് എഴുതുക, അതായത് നമ്മൾ കാണുന്ന സീൻ എന്താണോ ദൃശ്യം എന്ന് എഴുതുക. ദൃശ്യ ഏക്, ദൃശ്യ ദോ അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ദൃശ്യ ഏക് എന്ന് എഴുതിയതിന് ശേഷം സ്ഥാൻ, അതായത് അത് നടക്കുന്ന സ്ഥാൻ, അതുപോലെ സമയ്, പിന്നെ അതിൽ വരുന്ന കഥാപാത്രങ്ങൾ പാത്ര 1, പാത്ര 2 എന്ന് പറഞ്ഞിട്ട് അവരുടെ പേര് എഴുതുക. ആൻഡ് അതുപോലെ അവരുടെ വയസ്സ് എന്താണെന്ന് എഴുതുക. സാൽ, വേഷഭൂഷ് ഉൾപ്പെടെ, അതായത് അവരുടെ ഡ്രസ്സിങ് ഉൾപ്പെടെ എഴുതുക. അതിന് ശേഷം എഴുതേണ്ടത് ഘടനയാണ്. ഘടന എന്ന് വെച്ചാൽ അതായത് ആ സീൻ തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്ന, അതായത് സീൻ ആരംഭിക്കുന്ന രംഗം എങ്ങനെയാണെന്നുള്ളത് വിശദീകരിക്കുന്നതാണ് ഘടന എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ എഴുതണം. ദെൻ അതിന് ശേഷം സംവാദ്, കോൺവെർസേഷൻ, അതായത് ആ തന്നിരിക്കുന്ന പാരഗ്രാഫിലുള്ള കോൺവെർസേഷൻസ് എന്ത് ചെയ്യാം, അത് നമുക്കതുപോലെ എഴുതിയെടുക്കാം. അതായത് ഒന്നാമത്തെ വ്യക്തി, രണ്ടാമത്തെ വ്യക്തി, അതുപോലെ മൂന്നാമത്തെ വ്യക്തി ഉണ്ടെങ്കിൽ അങ്ങനെ. അപ്പോൾ അങ്ങനെ കോൺവെർസേഷൻസ് എഴുതുന്ന, ഇതാണ് ഒരു പട്കഥയുടെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ അതിനൊരു എക്സാമ്പിളായിട്ട് റേനെ വസേരമേ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ, അതിലുള്ള ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഒരു ഭാഗമാണ്. അത് വായിച്ച് നോക്കിയിട്ട് അതിലുള്ള പട്കഥ എഴുതാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ആ സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ട് ഒരു പട്കഥ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ എഴുതിയിട്ടുള്ള ഒരു പട്കഥയുടെ ഫോർമാറ്റാണ്. അതിൽ സ്ഥാൻ, സമയ്, പാത്ര അത് മാത്രമേ എഴുതിയിട്ടുള്ളൂ ഞാൻ. അപ്പോൾ സ്ഥാൻ മന്ദിറാണ്, അതുപോലെ തന്നെ സമയം കൊടുത്തിട്ടുണ്ട്, അതുപോലെ പാത്ര അത് അപ്രോക്സിമേറ്റ്ലി ടൈമും കാര്യങ്ങളൊക്കെയാണ്. ആൻഡ് പാത്ര കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഘടന ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം വരുന്ന സംവാദ്, കോൺവെർസേഷൻ എന്നുള്ള രീതിയിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ജസ്റ്റ് ഒന്ന് നന്നായിട്ട്